ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ ചെറിയൊരു വ്ളോഗായിട്ടാണ് വന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിതാ എപ്പോൾ എണീക്കുന്ന പോലെ തന്നെ രാവിലെ എണീറ്റ് പിന്നെ കിച്ചണിൽ ഇറങ്ങുമ്പോൾ കുറച്ച് ലേറ്റായിട്ടാണ് ഇപ്പോൾ ഇറങ്ങൽ. മുമ്പത്തെ പോലെ സ്കൂളൊന്നും പോകണ്ടല്ലോ, ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് അല്ലേ. ഞാൻ ആദ്യം തന്നെ കിച്ചണിൽ പോയിട്ട് നോക്കിയത് ഞാൻ തലേന്ന് അരി അരച്ച് വെച്ചിനേനു ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതായത് ഉഴുന്ന ദോശയില്ല. അപ്പോൾ അതിൻ്റെ അരി അരച്ച് വെച്ചിനേനു. ഇഡ്ഡലിക്കും ദോശക്കെല്ലാം പറ്റിയ അരിയാണ് ഞാൻ അരച്ച് വെച്ചത്. അപ്പോൾ ഞാൻ സാധാരണ വെള്ളപ്പത്തിനായാലും പിന്നെ അതുപോലെ തന്നെ ഇഡ്ഡലിക്കും ദോശക്കെല്ലാം അരി അരച്ച് വെച്ചാൽ പൊങ്ങിനൊന്നും നോക്കാൻ അതൊരു പൊങ്ങി വന്നാലൊരു സമാധാനമെന്നല്ല. സാധാരണ എപ്പോൾ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഉണ്ടാക്കിയത്, പക്ഷേ പൊങ്ങി വന്നാലൊരു സമാധാനമാണ്. അതുകൊണ്ട് ഞാൻ വേഗം തന്നെ അരി പൊന്തിനോ നോക്കി. അപ്പോൾ നല്ലോണം പൊന്തി വന്നിന്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ഇഡ്ഡലിയും നല്ല മുരിഞ്ഞ ദോശയും കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി വെച്ചിട്ട് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഞാനിപ്പോൾ സാധാരണ വെള്ളപ്പം പിന്നെ ഇഡ്ഡലിയെല്ലാം ഈ ഒരു ഇഡ്ഡലി റൈസ് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കൽ. നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും, അപ്പായാലും പിന്നെ അതുപോലെ തന്നെ ഇഡ്ഡലിയെല്ലാം ആയാലും. അപ്പോൾ ഞാൻ ഈ ഒരു കപ്പിൽ 2 കപ്പ് ഇഡ്ഡലി റൈസാണ് എടുക്കുന്നത്. ഇത് നമുക്ക് വേറെ തന്നെ പുതിർത്തി വെക്കണം. അപ്പോൾ ഞാനിതാ 2 കപ്പ് ഇഡ്ഡലി റൈസ് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഈ ഒരു കപ്പിൽ തന്നെ നമുക്ക് 3/4 കപ്പ് ഉഴുന്നും കൂടി എടുക്കാം. അതും വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഉലുവയാണ്. അപ്പം ഞാൻ ഉലുവ 1/4 ടീസ്പൂണാണ് എടുക്കുന്നത്. 1.5 ടീസ്പൂണാണ് എടുക്കേണ്ടത്, പക്ഷേ ഇത് കുറച്ച് വലിയ സ്പൂണായതുകൊണ്ട് ഞാനിതാ ഈ ഒരു സ്പൂണും പിന്നെ കുറച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് നല്ല വെള്ളം ഒഴിച്ച് വെക്കാം. പിന്നെ ഉഴുന്നിൽ 2.5 കപ്പ് വെള്ളമെങ്കിലും ഒഴിച്ച് വെക്കണം. നമ്മൾ ഉഴുന്ന് കുതിർത്ത വെള്ളം കൊണ്ടാണ് അരിയെല്ലാം അരച്ചെടുക്കുന്നത്. ഇതെല്ലാം കൂടി നല്ലോണം കഴുകി വൃത്തിയാക്കിയ ശേഷം നല്ല വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ഒരു 4-5 മണിക്കൂറെങ്കിലും നമുക്ക് കുതിർക്കാൻ വേണ്ടി വെക്കാം. അതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. പിന്നെ നമ്മൾ ഇതെല്ലാം അരക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് വെള്ളം അവിൽ കുതിർത്ത് വെക്കണം. അപ്പോൾ ഞാൻ 3/4 കപ്പ് അവിൽ 1 കപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം അരച്ചെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഉഴുന്നിൻ്റെ വെള്ളം വേറെ തന്നെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കുന്നുണ്ട്. നമുക്ക് ഈ വെള്ളം കൊണ്ടുവേണം അരച്ചെടുക്കാൻ. അപ്പോൾ ഇത് നമ്മൾ അവിലിവിടെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരി അരച്ചെടുക്കാം. പിന്നെ നിങ്ങൾ അവിൽ അളന്നെടുക്കുമ്പോൾ നമ്മൾ ഏത് കപ്പിലാണോ അരി ഉഴുന്നോ അളന്നെടുത്തത് ആ കപ്പിൽ തന്നെ അവിലും അളന്നെടുക്കാൻ നോക്കണേ. ഞാൻ ഈ ഒരു കപ്പ് വെച്ചിട്ടല്ലേ അരി ഉഴുന്നു അളന്നെടുത്തത്. അപ്പോൾ ഈ ഒരു കപ്പിൽ തന്നെയാണ് ഞാൻ അവിലും അളന്നെടുത്തത്. അപ്പോൾ നിങ്ങൾ ഗ്ലാസ്സിലോ പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള ഏത് കപ്പിലോ അളന്നെടുക്കുന്നത് അരി ഉഴുന്നു ആ കപ്പിൽ തന്നെ അവിലും അളന്നെടുക്കാൻ നോക്കാം. ഇനി നമുക്ക് ആദ്യം തന്നെ ഉഴുന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിതാ ഉഴുന്ന് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നമ്മൾ ഉഴുന്ന് കുതിർത്ത വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണേ. എന്നിട്ട് ഈ ഉഴുന്ന് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാൻ നോക്കാം. ഈ ജാറിൽ തന്നെ നമുക്ക് അരിയും കുറേശ്ശെ ഇട്ടിട്ട് ഉഴുന്നിൻ്റെ വെള്ളം തന്നെ ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ അരിയുടെ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അരി അരച്ചെടുക്കുമ്പോൾ നന്ന പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കണ്ട, കുറച്ച് തരിയോട് കൂടിയിട്ട് അരച്ചെടുക്കാൻ നോക്കുക. അരിയാണ് ഉഴുന്ന് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാൻ നോക്കാം. ഇനി നമുക്ക് ലാസ്റ്റ് അരച്ചെടുക്കേണ്ടത് അവിലും ഉലുവയും. അപ്പോൾ അത് രണ്ടും കൂടിയിട്ട് ഒരുമിച്ചിട്ടിട്ട് അരച്ചെടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചെടുത്താൽ മതി അവിലും ഉലുവയും അരച്ചെടുക്കുമ്പോൾ. എന്നിട്ട് അതും കൂടി അരച്ചെടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ കൂടുതലായിപ്പോണ്ട് കേട്ടോ. ഇഡ്ഡലിക്കെല്ലാം ഉപ്പ് കൂടിപ്പോയാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ 1 ടീസ്പൂൺ ഉപ്പ് മതി. അപ്പോൾ ഞാൻ തലേന്ന് അരച്ച് വെച്ചിട്ട് പിന്നെ ഇതാ രാവിലെ എടുത്തതിന് ശേഷമാണ് നല്ലോണം പൊങ്ങി വന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു റെസിപ്പി വെച്ചിട്ട് ഉണ്ടാക്കി നോക്ക്. ഞാനിന്ന് മസാല ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മസാല ദോശൻ്റെ മസാല ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉരുളക്കിഴങ്ങ് കുറച്ച് നേരത്തെ തന്നെ അവിടെ പൊങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചായ കുടിച്ചതിന് ശേഷമാണ് പിന്നെ ഞാൻ ബാക്കിയുള്ള പണിയിലേക്ക് കിടന്നത്. അങ്ങനെ ഞാനും ഹസ്ബൻഡ് ചായ കുടിച്ച് പിന്നെ മസാല ദോശയ്ക്ക് വേണ്ടിയിട്ട് ഞാനിതാ ഉള്ളിയുടെ മുറിച്ചെടുക്കുന്നുണ്ട്. ഉള്ളി ഇങ്ങനെ നീളത്തിൽ മുറിച്ചെടുക്കുക. പിന്നെ ഞാൻ ചട്ടനിയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ചട്ടനിക്ക് വേണ്ടിയിട്ട് ഞാനിതാ തേങ്ങ ഒരു മിക്സിൻ്റെ ജാറിൽ ഇട്ട് വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ രാവിലെ കുറച്ച് തിരക്കിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ. പിന്നെ ഹസ്ബൻഡിന് ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാനായതുകൊണ്ട് പിന്നെ ഞാൻ കുറച്ച് തിരക്കിട്ടെടുത്ത വീഡിയോ ആണ്. അപ്പോൾ മസാല ദോശൻ്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്ത് അതിന് ശേഷം 2 കായ്മുളക് ചെറുതായിട്ട് മുറിച്ചത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മുറിച്ച് വെച്ച ഉള്ളി ഇട്ടിട്ട് വാട്ടി കൊടുക്കുക.
പിന്നെ ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിന് ചട്ടണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതിലേക്ക് 2 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചിയും പിന്നെ ഒരു കഷ്ണം പുളിയും. പുളി ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ കുരുവില്ലാണ്ട് ഇട്ട് കൊടുക്കാൻ നോക്കണം, അല്ലെങ്കിൽ മിക്സിൻ്റെ ജാറിൻ്റെ ആ കത്തി പൊട്ടിപ്പോവും. അതുകൊണ്ട് കുരുവില്ലാത്ത പീസ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാൻ നോക്കാം. എന്നിട്ട് ലേശം വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഉള്ളിയുടെ വാടിയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്ത്, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണേ. പിന്നെ അതുപോലെ തന്നെ കുറച്ച് പുളിനാരങ്ങൻ്റെ നീരും കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു മസാല. പിന്നെ ഇതാ ചട്ടണിക്ക് വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാത്രം ചൂടായ ശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക, ലേശം കടുക് ഇട്ട് കൊടുക്കുക, കായ്മുളകും പിന്നെ അതുപോലെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ തീ ഓഫാക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച് തേങ്ങ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ലേശം ഉപ്പും ചേർത്ത് കൊടുക്കുക. ഉപ്പും ചേർത്തെടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ചട്ടണി റെഡിയായി, അതുപോലെ തന്നെ മസാല ദോശൻ്റെ മസാല റെഡിയായി. പിന്നെ ഉരുളക്കിഴങ്ങ് നിങ്ങൾ കൈകൊണ്ട് ചെറുങ്ങനെ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കണം കേട്ടോ, മസാല ദോശയ്ക്ക് നമ്മൾ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുന്ന സമയത്ത്. അപ്പോൾ അരച്ച് വെച്ച മാവ് നിങ്ങൾ കണ്ടില്ലേ, അപ്പോൾ നല്ല ഇതിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ തോന്നും ഇഡലിയെല്ലാം നല്ല സോഫ്റ്റായിട്ടൊന്ന് കിട്ടാനെന്ന്. അപ്പോൾ ഞാൻ ദോശക്ക് കുറച്ച് മാവ് ഞാൻ വേറെ പാത്രത്തിൽ ഒഴിച്ചിട്ട് ലേശം വെള്ളം ഒഴിച്ചിട്ടാണ് ചുട്ടെടുക്കുന്നത്. നമ്മൾ ദോശയാണെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ, കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ദോശ ചുട്ടെടുക്കുക. ഇഡലിക്കാണെങ്കിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ തന്നെ മാവ് ഒഴിച്ചിട്ട് ചുട്ടെടുത്താൽ മതി. അങ്ങനെ ഹസ്ബൻഡിന് വേണ്ടുന്നെല്ലാം റെഡിയായി. പിന്നെ ഞാൻ ഹസ്ബൻഡ് ഇറങ്ങിയതിന് ശേഷമാണ് പിന്നെ ബാക്കിയുള്ള ദോശയെല്ലാം ചുട്ടെടുത്തത്. അപ്പോഴത്തേക്ക് മക്കളെല്ലാം എണീറ്റിന്, പിന്നെ അവർക്ക് ചൂടോടെ തന്നെ കിട്ടണം കേട്ടോ ദോശയെല്ലാം. പിന്നെ ഞാൻ ഇങ്ങനെ അരി അരച്ചെടുക്കുമ്പോൾ കുറച്ച് അധികം തന്നെ അരച്ചെടുക്കും കേട്ടോ, എന്നിട്ട് ഫ്രിഡ്ജിൽ അവിടെ ഒരു ബോക്സിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കലാന്ന്. അതാകുമ്പോൾ നമുക്ക് ആവശ്യത്തിന് വേണ്ടുന്നത് എടുത്തിട്ട് പിന്നെ ചുട്ടെടുത്താൽ മതിയല്ലോ, ഇഡലിയായാലും ദോശയായാലല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ദോശ ചുട്ടെടുക്കുന്നതാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചുട്ടെടുക്കാം. പിന്നെ നമ്മൾ ഇഡലിക്കാണെങ്കിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിതാ ഇഡലി നിങ്ങൾക്ക് ചുട്ടിട്ട് കാണിച്ചു തരാം. നമ്മൾ ഇഡലി തട്ടിൽ കുറച്ച് നെയ്യ് പുരട്ടിയിട്ട് പിന്നെ ഇതുപോലെ ഒഴിച്ചിട്ട് ചുട്ടെടുത്താൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇളകി കിട്ടും. അപ്പോൾ വെള്ളയുടെ തിളക്കുന്നുണ്ട്, നമുക്കിതാ നമ്മൾ ഒഴിച്ച് വെച്ച മാവി ഇതിൽ വെച്ചിട്ട് ചുട്ടെടുക്കാം. അതിന് ബാക്കിയുള്ള മാവിത ഞാൻ ഒരു പാത്രത്തിലാക്കിയിട്ട് നല്ലോണം അടച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഇഡലിയുടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ, ഉള്ളിൽ നല്ല പഞ്ഞി പോലെയാണ് ഉള്ളത്. അപ്പോൾ എന്താ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഡലി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു തട്ടിൽ ഞാൻ ചുട്ടിട്ടുള്ളൂ. പിന്നെ മസാല ദോശയുടെ മസാല ഉണ്ടാക്കിയല്ല, അതുകൊണ്ട് പിന്നെ എന്തായാലും മസാല ദോശ തന്നെ ഉണ്ടാക്കാമെന്നല്ല വിചാരിച്ചത്. അപ്പോൾ അതുതന്നെയാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ ഇഡലി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, അതുപോലെ തന്നെ ദോശ നല്ല ദോശയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു മസാല വെച്ചിട്ട് നിങ്ങൾ മസാല ദോശ ഉണ്ടാക്കി നോക്കുക, ഇഡലി ഉണ്ടാക്കി നോക്കാം. അങ്ങനെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതാ മോള് ഇവിടുന്ന് അലക്കിയിട്ട് തുണിയെല്ലാം ആറിയിടെല്ലാം ചെയ്യുന്നുണ്ട്. ഇനി ചോറിൻ്റെ പണി എടുക്കണമല്ലോ, അപ്പോൾ ഞാൻ കിച്ചണെല്ലാം ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷമാണ് പിന്നെ ചോറിൻ്റെ പണിയിലേക്ക് കിടന്നത്. ചോറ് അങ്ങനെ കാര്യമായിട്ട് ഞാൻ ഒന്നും ഉണ്ടാക്കുന്നില്ല, തലേന്നത്തെ കുറച്ച് ചോറ് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത്, എന്നിട്ട് ഒരു ഉള്ളി ചെറുതായിട്ട് മുറിച്ചതിട്ടിട്ട് വാട്ടിക്കൊടുത്തതിന് ശേഷം 2-3 കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഉള്ളി വാടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി ചെറുതായിട്ടൊന്ന് മുരിച്ചെടുക്കുക. എന്നിട്ട് 1 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ എത്രയാണോ ചെമ്മീൻ എടുക്കുന്നത് ആ ചെമ്മീൻ ഇട്ട് കൊടുക്കുക. ഇനി ചെമ്മീൻ ചെറുതായിട്ട് മുറിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുകയും ചെയ്യുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇനി ഈ ചെമ്മീനൊന്ന് വേകുന്നവരെ വെയിറ്റ് ചെയ്യുക. ചെമ്മീൻ ചെറുതായിട്ടൊന്ന് പൊരിഞ്ഞ് വരണം. അപ്പോൾ ഇപ്പുറം ഞാൻ പപ്പടം പൊരിക്കാൻ വേണ്ടിയിട്ട് എണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചിന്. പിന്നെ ഇതാ നമ്മൾ ചെമ്മീനിവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്, നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ചോറ് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചോറ്. ഇങ്ങനെ കഴിക്കുമ്പോൾ നമ്മൾ ചട്ടി പെരക്കിയിട്ട് ചോറ് നിന്നില്ല, ആ ഒരു ടേസ്റ്റാണ്. ഇനി ഈ ചോറിൻ്റെ ഒപ്പം നല്ല എന്താ പറയുക അച്ചാറും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പപ്പടെല്ലാം ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചോറ് കഴിക്കാം, കുറേ കറിയൊന്നും വേണ്ട. അപ്പോൾ കുറച്ച് ചെമ്മീൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ചെമ്മീൻ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ മുട്ട വെച്ചിട്ട് ചെയ്യാം കേട്ടോ, മുട്ട പൊട്ടിച്ച് വെച്ചിട്ട് അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു ചോറ്. നമ്മൾ തേങ്ങച്ചോറിൽ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ ഈ ചോറ് മക്കൾ കഴിക്കാൻ വിചാരിച്ചത് തേങ്ങച്ചോറ് എന്നാണ് കേട്ടോ. എന്നിട്ട് ഞാൻ പറഞ്ഞ് തേങ്ങച്ചോറല്ല, ഇതിങ്ങനെ ചെമ്മീൻ വെച്ചിട്ടുണ്ടാക്കിയെന്ന് പറഞ്ഞതാണ്, അവർക്ക് നല്ലോണം ഇഷ്ടമായി എന്ന് പറഞ്ഞു. പിന്നെ അപ്പോൾ ഞാൻ ഇത് വെറുതെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിന്.
പിന്നെ തലേന്നത്തെ ചോറ് ഇങ്ങനെ ബാക്കിയായിട്ട് പിന്നെ കുറേ കറിയൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിന്. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ ചെമ്മീനെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാമല്ലോ ചോറെല്ലാം ബാക്കിയായാൽ. അങ്ങനെ ചോറെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതാ കുറച്ച് പാത്രം കയറ്റെടുക്കാനുണ്ട്. ആ പാത്രമെല്ലാം ഒന്ന് കയറ്റെടുത്ത് ഇനി ഇതാ ഈ ഗ്യാസ് അടുപ്പെല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് എടുക്കണം. പിന്നെ ഗ്യാസ് അടുപ്പ് ഞാൻ ഇടയ്ക്ക് ജിഫെല്ലാം ഇട്ടിട്ട് നല്ലോണം തേച്ച് കകലാന്ന്. പിന്നെ ഞാനിപ്പോൾ ഒരു പോട്ടിൽ കുറച്ച് വെള്ളവും പിന്നെ നമ്മൾ പാത്രം കഴുകുന്ന ഇത് സോപ്പില്ല അതും പിന്നെ ലേശം വിനാഗിരിയെല്ലാം ഒഴിച്ചിട്ട് അങ്ങനെ ഒരു മിക്സിങ് ആക്കിയിട്ട് ഇപ്പോൾ ഇങ്ങനെ തുടച്ചെടുക്കലാന്ന്. ഇതാകുമ്പോൾ പിന്നെ എന്തെങ്കിലും മൂക്കെല്ലാം എണ്ണമയെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം പോയി കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു ബോട്ടിലാക്കിയിട്ട് വെച്ചിട്ടാണ് ഇപ്പോൾ വൃത്തിയാക്കിയിട്ട് എടുക്കൽ. ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലുണ്ടെങ്കിൽ അതിൽ ഇതുപോലെ ചെയ്ത് വെച്ചോ കേട്ടോ. നല്ലോണം വൃത്തിയാവും. കുറച്ച് ലിക്വിഡും പിന്നെ അതുപോലെ തന്നെ വിനാഗിരിയും കുറച്ച് വെള്ളവും എന്നിട്ട് മിക്സാക്കിയിട്ട് ഇതുപോലെ വൃത്തിയാക്കിയിട്ട് എടുത്താൽ മതി. ഇനിയിത് ഞാൻ ഫ്രിഡ്ജ് വൃത്തിയാക്കുന്ന വീഡിയോ കൂടി ഞാനിത് തലേന്നെടുത്ത വീഡിയോ ഒന്ന് കേട്ടോ. പിന്നെ ഞാനിത് കാണിക്കാൻ കാരണം എന്ന് വെച്ചാൽ കുറച്ച് ആൾക്കാർ എന്നോട് ഫ്രിഡ്ജ് ഓർഗനൈസ് ചെയ്യുന്ന വീഡിയോ കാണിക്കുമെന്ന് വെച്ചിന്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് കാണിക്കുന്നതാണ്. ഞാൻ അങ്ങനെ കാര്യമായിട്ട് ഇതൊന്നുമില്ല, നമ്മൾ സാധാരണ ഒരുക്കുന്ന പോലെ തന്നെയാണ്, അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ. പിന്നെ കുറേ ആൾ ആവശ്യപ്പെട്ടുകൊണ്ട് മാത്രമേ ഞാൻ കാണിക്കുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ ഒരു ദിവസം ഇൻഷാ അല്ലാഹ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് എൻ്റെ ഫ്രിഡ്ജ്. അപ്പോൾ ഇതാ ഞാനിതിൽ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇടയ്ക്ക് ഇങ്ങനെ മക്കൾക്ക് കുക്കീസെല്ലാം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിനുള്ള കുറച്ച് സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നതാണ്. പിന്നെ പ്ലം കേക്ക് ഞാൻ അധികം ഉണ്ടാക്കലുണ്ട്, ഇപ്പോൾ കുറേ ഉണ്ടാക്കാത്തത്. പിന്നെ ഇതെല്ലാം ഞാൻ ബാക്കിയുള്ള ചീസെല്ലാം ഒരു ബോക്സിലാക്കിയിട്ട് അങ്ങനെ വെച്ചതാണ്. റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഇങ്ങനെ കെട്ടി വെക്കും. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെയാണ് ഈ സാധനങ്ങളെല്ലാം ഒന്ന് വെക്കൽ. ഇനി ഇതിൻ്റെ നേരെ അടിയിലുള്ളത് ഇതാ ഒരു ബോക്സിലാക്കിയിട്ട് ഞാൻ നമ്മൾ ബാക്കിയുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. മിൽക്ക് മെയ്ഡ്, പിന്നെ അതുപോലെ തന്നെ ഫ്രഷ് ക്രീം, ചീസ്, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇത് എന്താ പറയണ്ടേ കോക്കനട്ട് മിൽക്കാണ്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ ബാക്കി വന്നത് ഫോയിൽ പേപ്പറിനെ കൊണ്ട് നല്ലോണം കവർ ചെയ്തിട്ട് വെക്കും. പിന്നെ ഇത് അച്ചാർ, ഇതാ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ റെഡിമെയ്ഡ് വാങ്ങിയതാണ്. അത്യാവശ്യം എടുക്കും, അധികം ഞാൻ കറിക്കെല്ലാം ചതച്ചിട്ടെല്ലാം ചേർത്ത് കൊടുക്കൽ. പിന്നെ ഇത് എന്തെങ്കിലും പെട്ടെന്ന് ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഇതാ മൊസറല്ല ചീസ്, ഇതെല്ലാം അത്യാവശ്യമുള്ള സാധനമാണ്. പിന്നെ മക്കൾക്ക് ഇടയ്ക്ക് എന്തെങ്കിലും ആയി കൊടുക്കുമ്പോൾ അങ്ങനെ എടുക്കുന്നതാണ്. പിന്നെ ഇതാ അതിൻ്റെ അടിയിൽ ഒരു ബോക്സിൽ കുറച്ച് ഫ്രൂട്ട്സ് ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നത് ബാക്കി വന്ന ചോറ്, അത് ഞാൻ ദോശക്കെല്ലാം കൂട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ബോക്സിലാക്കിയിട്ട് വെച്ചതാണ്. പിന്നെ ഇതാ ഏറ്റവും അടിയിലത്തെ ഭാഗത്ത് കുറച്ച് ഈത്തപ്പഴം അങ്ങനെ വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചക്കറിയൊന്നും കൂടുതൽ ഞാനങ്ങനെ വാങ്ങി വെക്കില്ല, പെട്ടെന്ന് കേടാകുന്നതുകൊണ്ട്. ഇപ്പം സാധനം തീർന്നുകൊണ്ട് പിന്നെ ഫ്രിഡ്ജ് വൃത്തിയാക്കിയതിന് ശേഷം അങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ കാണിച്ചിരുന്നതാണ്. പിന്നെ ഇങ്ങനെ ഒരു ബോക്സിലാക്കിയിട്ട് കറിവേപ്പില, പിന്നെ അതുപോലെ തന്നെ പച്ചമുളക്, ഇതെല്ലാം ഇങ്ങനെ ഒരു ബോക്സിലാക്കിയിട്ട് വെക്കുന്നതാണ്. ഇനി ഇതിൻ്റെ അടിയിലത്തെ ആ ബോക്സിൽ ഞാൻ സാധാരണ തക്കാളി, പിന്നെ അതുപോലെ തന്നെ പുളിനാരങ്ങ, ഇഞ്ചി അങ്ങനത്തെ എല്ലാം ഇട്ട് വെക്കൽ. പിന്നെ ഇതിൽ തന്നെയാണ് പച്ചക്കറിയെല്ലാം ഇട്ട് വെക്കൽ. പിന്നെ പച്ചക്കറി ഞാൻ കുറച്ചേ വാങ്ങും, കൂടുതൽ വാങ്ങി വെച്ചാൽ പെട്ടെന്ന് കേടാകുന്നതുകൊണ്ട് കുറച്ചേ ഞാൻ വാങ്ങലുള്ളൂ. അപ്പോൾ ഇതാണ് ഈ ഒരു ഭാഗത്തുള്ള സാധനങ്ങൾ. പിന്നെ ഇതിൻ്റെ സൈഡിൽ, അതായത് ഡോറിൻ്റെ ഭാഗത്ത് ഞാൻ വെക്കുന്നത് ഇതാ കുറച്ച് സാധനങ്ങളുണ്ട്. നെസ്കോഫി, പിന്നെ അതുപോലെ തന്നെ ജാമ്, പിന്നെ ഇത് മുട്ടായി, ഇത് പിള്ളേർ എടുത്ത് വെച്ചെന്ന് തോന്നുന്നു. പിന്നെ ഇതാ ചിക്കൻ ക്യൂബ്, ഇത് ഞാൻ ഇടയ്ക്ക് മന്തി ഉണ്ടാക്കുന്ന സമയത്ത് എന്തായാലും ആവശ്യമാണ്. പിന്നെ ഈസ്റ്റ്, ഇത് പൊളിച്ച പാക്കറ്റ് ഈസ്റ്റ് ഇങ്ങനെ ഫ്രിഡ്ജിലാണ് വെക്കൽ. പുറത്ത് വെച്ചാൽ പെട്ടെന്ന് ബടുക്കായി പോകും, നമ്മൾ അപ്പത്തിലെല്ലാം കൂട്ടിയാൽ പിന്നെ പൊങ്ങി വരും ചെയ്യില്ല. പിന്നെ ഇവിടെ എല്ലാം ഉള്ളത് ഇതാ പാല്, പിന്നെ അതുപോലെ തന്നെ സോസുകൾ അങ്ങനത്തെ എല്ലാമാണ് പിന്നെ ഈ ഡോറിൻ്റെ മുകളിൽ വെക്കൽ. ഇത് കുറച്ച് നാരങ്ങ ഞാൻ ബോട്ടിലാക്കിയിട്ട് വെക്കുന്നതാണ്. ഇപ്പോൾ ചൂടല്ലേ, അപ്പോൾ ഇടയ്ക്കൊന്ന് കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ബോട്ടിലാക്കിയിട്ട് വെച്ചതാണ്. അപ്പോൾ ഈ ഭാഗത്ത് ഇങ്ങനെയാണ്. പിന്നെ കുറച്ച് ഇതാ സവനപ്പ്, മയോണൈസ് അങ്ങനത്തെ എല്ലാം ഈ ഒരു ഭാഗത്താക്കിയിട്ടാണ് വെക്കൽ. പിന്നെ ഫ്രീസറിൽ അങ്ങനെ കാര്യമായിട്ടുള്ള സാധനങ്ങളെന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയേണ്ട ഇറച്ചി മീനും തന്നെ അങ്ങനെ വലിയ ഒരിക്കൊന്നുമില്ല. ഹസ്ബൻഡ് ഇങ്ങനെ കൊണ്ടുവന്നാൽ ഞാൻ നല്ല കവറിലിട്ട് വെച്ചിട്ട് ഇതുപോലെ തന്നെ വെക്കലാണ്, അങ്ങനെ ബോക്സിലാക്കിയിട്ടൊന്നും വെക്കൂല. പിന്നെ ഇതാ പൊറോട്ട, ഇത് ഇടയ്ക്ക് പിള്ളേർ പൊറോട്ട സാൻഡ്വിച്ചിനെല്ലാം പറയുമ്പോൾ അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ റെഡിമെയ്ഡ് വാങ്ങിയതാണ്. പിന്നെ അവരെ ഐസ്ക്രീം,
പിന്നുള്ളത് ഐസിൻ്റെ കട്ടയും പിന്നെ പപ്പടം ഞാൻ ഫ്രീസറിലാണ് കേട്ടോ വെക്കൽ. പെട്ടെന്ന് വെടുക്കാവുന്നതുകൊണ്ട് പുറത്ത് വെച്ചാൽ പെട്ടെന്ന് തന്നെ വെടുക്കാവും, അതുകൊണ്ട് ഫ്രീസറിലാണ് വെക്കൽ. അപ്പോൾ ഇതെല്ലാം എൻ്റെ ഫ്രിഡ്ജിലുള്ള സാധനങ്ങൾ കേട്ടോ. അപ്പോൾ അങ്ങനെ കാര്യമായിട്ടൊന്നും കൂടുതൽ അങ്ങനെ കുത്തി നടക്കും ചെയ്യില്ല, എനിക്കത്ര ഇഷ്ടമല്ല. പിന്നെ പച്ചക്കറി തന്നെ ഞാനങ്ങനെ വാങ്ങിയിട്ട് വെക്കണമെന്നില്ല, പെട്ടെന്ന് വെടുക്കാവുന്നതുകൊണ്ട് കുറച്ചേ വാങ്ങലുള്ളൂ. അത്യാവശ്യം എന്തെങ്കിലും വേണ്ടത് ഹസ്ബൻഡിനോട് പറയും, അങ്ങനെ കുറച്ചായിട്ട് എന്തെങ്കിലും വാങ്ങുന്നല്ലാണ്ട്. ഇപ്പോൾ ചൂടല്ല, പിന്നെ പെട്ടെന്ന് വെടുക്കുകയും ചെയ്യും. ഇനി ഇതാ ഞാൻ വൈകുന്നേരം മക്കൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ രാവിലെ ദോശ ഇട്ടിട്ടില്ല, അപ്പോൾ അതിൻ്റെ കുറച്ച് മാവ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ ഫ്രിഡ്ജിൽ. അപ്പോൾ ഞാൻ വിചാരിച്ച് ചീസ് ദോശ ഉണ്ടാക്കി കൊടുക്കാമെന്ന്. പിന്നെ ഈ ദോശയിൽ ഞാൻ മുട്ടയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മുട്ട ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഇതിലേക്ക് കുരുമുളകിൻ്റെ പൊടിയും പിന്നെ ഉപ്പും ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കും. 2 മുട്ടക്ക് ഞാൻ പിന്നെ ഒരു 1/4 ടീസ്പൂണ് കുരുമുളകിൻ്റെ പൊടിയും പിന്നെ ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ട് ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ദോശ ചുട്ടെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഓട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ മാവിൽ കുറച്ച് ഞാൻ വെള്ളം ഒഴിച്ചിട്ടാണ് ദോശൻ്റെ മാവാക്കിയിട്ട് എടുക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇഡ്ഡലിൻ്റെ മാവായതുകൊണ്ട് ദോശ ചുടുന്ന സമയത്താണ് കുറച്ച് വെള്ളം ചേർക്കണമെന്ന്. പിന്നെ ഇഡ്ഡലിക്കാണെങ്കിൽ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇതാ നമ്മൾ സാധാരണ ദോശ ചുട്ടെടുക്കുന്ന പോലെ തന്നെ ചുട്ടെടുക്കുക. എന്നിട്ട് പരത്തി കൊടുത്തതിന് ശേഷം പിന്നെ ഇതിൻ്റെ മേലെ കുറച്ച് മുട്ട ഒഴിച്ച് കൊടുക്കാം, 2 സ്പൂൺ എങ്ങാനും. എന്നിട്ട് അതിൻ്റെ മേലെ മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചീസ് മെൽട്ടായി കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ചീസ് നല്ലോണം മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ മക്കൾക്ക് സാധാരണ ഇങ്ങനെ വൈകുന്നേരം ബേക്കറിയെല്ലാം കൊടുക്കുന്നതിലും നല്ലത് ഇങ്ങനെല്ലാം ആക്കിയിട്ട് കൊടുക്കുന്നതാണ്. ഇങ്ങനെല്ലാം ആക്കി കൊടുക്കുമ്പോൾ കുറച്ച് ഹെൽത്തിയായി പിന്നെ വിശപ്പും അടങ്ങിക്കോളുമല്ല. അപ്പോൾ ഇതാ ചുട്ടെടുത്തരം തന്നെ നല്ല ടേസ്റ്റാണ്. ഇത് ചീസ് മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റും ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്